അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. മോനെ ഞാൻ ഇവിടെ കൊണ്ടുപോകുന്ന എന്തിനാ അറിയൊക്കെ ഇതിന്റെയൊക്കെ വില ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകുന്ന അതിങ്ങ് വാങ്ങിക്കോ അതിങ്ങ് വാങ്ങിക്കോന്ന്. Hey guys, welcome back. അപ്പൊ ഗൈസ് ഇന്ന് ഏതായാലും വെൽക്കം ബാക്ക് പറയുന്ന ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ്. കണ്ടില്ല ഞാൻ എന്താ കോപ്പിയൊക്കെ പിടിച്ച് ഞാൻ നിൽക്കുകയാണ്. കോപ്പി അല്ല പാൽച്ചായാണ്. ഞാൻ ഒരു വൈബിന് വേണ്ടി കോപ്പി ഞാൻ തോന്നിക്കാൻ വേണ്ടിട്ട് വെച്ചാട്ടോ. ഓക്കെ അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ രാവിലെ മുതലുള്ള വ്ളോഗാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ അതാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞത്. ക്ഷമേ എന്തായ കാര്യങ്ങളൊക്കെ എന്താ നമ്മുടെ പരിപാടികൾ ഇന്നത്തെ? അന്റെ ഈ തട്ടം പോലത്തെ ടീഷർട്ട് വാങ്ങണം. എനിക്ക് ഭയങ്കര ഈ കളർ ഭയങ്കര ഇഷ്ടമായിക്കിന് അല്ലേ? ഇതാ അടിപൊളിയായിരിക്കും. ഈ ടീഷർട്ടും പിന്നെ ബ്ലാക്ക് പാന്റും അടിപൊളിയായിരിക്കൂല. ഞാൻ വൈബിലായിരിക്കൂല. ഞാൻ വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. ചായന്റെ കടിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ വിചാരിക്കാണ് പാൽപുട്ട് ഉണ്ടാക്കിയാലോ. പാൽപുട്ടോ? വെറൈറ്റി ആയിക്കോട്ടെ. നല്ല ഇഷ്ടമായല്ലോ. അപ്പൊ അത് കറിയൊന്നും ഇല്ലാണ്ട് കൂട്ടുന്നേം ചെയ്യാം പാൽപുട്ടാകുമ്പോ. പക്ഷെ ചായ കുടിക്കുന്ന കണ്ടാത്തോളും നല്ല ചൂടുള്ള ചായ. തീരെ ചൂടും പറ്റും. ഇനി ഒരു മാർഗം അറ്റേറെ കളി രണ്ടാൾക്കുറക്കായി പറഞ്ഞു വെച്ചിട്ട് തീരെ ചൂടില്ല. ഇതെങ്ങനെ സംഭവം സൂപ്പറാക്കി അങ്ങനെ കുടിക്കുക. സംഭവം അങ്ങനെ ചായക്ക് ഒരു ബഹുമാനം കൊടുക്കണ്ടേ? ചായ അല്ല ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ചൂട് അധികം ഇതില്ല. ഞാൻ ഇന്നലെ അങ്ങനെ കല്യാണപുരയിൽ കുറെ ആൾക്കാർ അവിടെ കാണാൻ വന്നതിന് കേട്ടോ. നമ്മളെ ചെക്കൻ്റെ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനവിടെ പോയ സമയം ഷെമില്ലായിരുന്നു. അപ്പൊ ഷെമിന് ആരൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആയിക്കോട്ടെ ആരൊക്കെ ഷെമീൻ ആരൊക്കെ ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആൾ കുറെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടോ. അപ്പൊ ഷെമി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഷെമിന്റെ അടുത്ത് അന്വേഷണം പറയാൻ പറഞ്ഞിരിക്കണേ. ഷെമി എന്നെ അന്വേഷിച്ചതിനും ഫോട്ടോ ഒക്കെ എടുത്തതിന് എന്നെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ നീ ഹാപ്പി ആയില്ലേ? പക്ഷെ ഹാപ്പി ആവരുത്. കാരണം മിസ് ചെയ്യുന്ന പറഞ്ഞാല് നീ സങ്കടമല്ലേ കാണിക്കണ്ടേ? അതിന്റെ ഹാപ്പിനെസ് ആണ് കാണിക്കണ്ടേ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാള് ഇതിന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? ഞാൻ അവിടുന്ന് ചായ ഉണ്ടാവുമല്ലോ അതെടുത്ത് വേറെ ക്ലാസ്സിലിട്ട് ഞാൻ ഇങ്ങനെ അടിക്കുക, ചൂട് അടിക്കുക. ആ സമയത്ത് അവര് വന്നത് അതല്ല നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി ചായ. അപ്പൊ ഞാനൊന്ന് കുടിച്ച അവനെ നെന്നിങ്ങനെ കത്തിയിട്ട് സംസാരിക്കുകയും ചെയ്യാം. പാൽപുട്ടികളൊക്കെ റെഡിയാക്കട്ടെ, വീഡിയോയിൽ കാണിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പാൽപുട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പാൽപുട്ട് കഴിക്കാത്തവർക്കൊക്കെ ഒരു എക്സ്പീരിയൻസും എനിക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അല്ലേ? ഞാനും ഫസ്റ്റ് ടൈമാണ് പാൽപുട്ട് കഴിക്കുന്നത്. ഇപ്പൊ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വേറെ കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ? കലാപരിപാടി അല്ല എന്നും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ പാൽപുട്ടിന് വേണ്ടിട്ട് ആദ്യം തന്നെ ക്യാരറ്റ് ഒക്കെ ഞാനിങ്ങനെ ചെരണ്ടി എടുക്കാന്ന് പറയാ. ഞാൻ മോഡൽ എന്തിന് പറയാ? എക്സലേറ്റർ. മാറരുത് അങ്ങനെ മാറല്. അളവാണ് കുറയ്ക്കുക. അപ്പൊ പാൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള പുട്ടുംപൊടി കുഴച്ച് വെക്കട്ടോ. ഫസ്റ്റ് കുറച്ച് പാൽപ്പൊടിയും കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം പാർന്നിട്ട് നമ്മൾ സാധാ പുട്ടുംപൊടി കുഴക്കുമ്പോൾ ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. ആയിഷു ഇവിടെ ഇല്ലാത്തത് ഇപ്പൊ തൽക്കാലത്തേക്ക് ആയിഷുവിനെ മാമന്റെ വീട്ടിൽ കൊണ്ടുപോയി. ആയിഷുവിന്റെ മാമന്റെ വീട്ടിൽ പോയതായിട്ട് ആയിഷു. അതിനെ കൊണ്ട് നമുക്കൊന്ന് വീഡിയോ എടുക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ രാവിലെ തന്നെ ആവുമ്പോ അല്ലേ സീന്. പക്ഷെ ക്ലാസ് പോകണ്ടേ ഒക്കെ? അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അങ്ങോട്ട് ആട്ടിങ്ങനെ പോകാന്ന് അറിയാന്. ഓക്ക് രാവിലെ എണീ ചോറടുപ്പ് അറിയെങ്കിൽ അടുത്ത് പോകണം. അപ്പൊ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ. ചില ദിവസം നല്ല മൂഡിലാണ് എണീക്കുക അല്ലേ? ചില ദിവസം അതിനും വേണ്ടി എന്റെ മോനെ കച്ചറ. അപ്പൊ പാന് വെച്ചെടുക്കുക.
പുട്ടുപൊടി കുഴച്ചൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കൂട്ട് റെഡി ആക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പാന് വെച്ച് കൊടുത്തിട്ട് വെള്ളമൊക്കെ നല്ലോണം ഉണങ്ങട്ടെ. അപ്പോൾ പാന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ശുദ്ധമായ നെയ്യ്. പാലിന്റെ അല്ല പശുവിന്റെ പാലിൽ നിന്നും കടന്നെടുത്ത നെയ്യ്. എല്ലാം അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടെടുത്തിക്കണേ. കാണല്ലേ ഗെയിം കാണല്ലേ ഷമിത്ത? ഗെയിം കാണാ ഷമിത്താനെ കണ്ട് അരിക്കൊമ്പന്റെ അതിര് നിക്കണോ ഷമിത്ത? എല്ലാവർക്കും പറയേ എന്താക്കാനാ? 2 സ്പൂണ് തേങ്ങ, 2 അല്ല 3 സ്പൂൺ എടുക്കട്ടെ. എത്രയാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് ഇട്ടെടുക്കല്ലേ ജിമേ? ഇതിലേക്ക് 2 ഏലക്കായ് പൊടിച്ചിട്ട് വെക്കാം. അധികം വെന്ത് പോണ്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാ മതിയേ. ഇങ്ങനെ ഇനിയുണ്ടോ കൊറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത്? അപ്പൊ 2 ഏലക്കായും പൊട്ടിച്ച് ഇതിലിട്ട് കൊടുക്കുക. ഏലക്കായന്റെ തോട് അങ്ങോട്ട് മാറ്റിക്കാം. ഏലക്കായ ഇടോണ്ട് ലൈക്കാണ്. അപ്പൊ ഇത് ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് കുക്കായതിനു ശേഷം ഓഫ് ആക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് തേങ്ങ എടുക്കുന്നു ഞാൻ. ഈ തേങ്ങയ്ക്ക് കുറച്ച് പാൽപ്പൊടി. ഞങ്ങൾ പാൽപ്പൊടി ഉപയോഗിക്കാനായിട്ടാണ് അമൂല്യൻ്റെ ചെറിയ പാക്കറ്റ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാട്ടോ. ഒരു 3 സ്പൂണ് പാൽപ്പൊടി. നമ്മൾ പാലേ ഉപയോഗിക്കുള്ളൂ. അതും ശുദ്ധമായ പാല്, ശുദ്ധമായ പശുവിന്റെ പാല് അല്ലേ? പഞ്ചസാര നമ്മളെ പശുവിന് ഇത് കൊടുത്തീനോ പിണ്ണാക്ക്? കുറച്ച് പഞ്ചസാര ഇടുക. കാണുന്നുണ്ടല്ലേ? നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ കുഴച്ച് വെച്ച പുട്ടുപൊടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട്, സദാ ഏത് പുട്ടുപൊടി ആയാലും കുഴച്ച് വെച്ചാൽ അങ്ങനെ ആയി പോവല്ലോ. അപ്പോൾ ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച പകുതി സാധനം. പിന്നെ മക്കൾക്ക് കൊടുക്കുമ്പോ ക്യാരറ്റ് ഒക്കെ ആയതുകൊണ്ട് ഹെൽത്തി ആണല്ലോ. റൈസ് തന്നെ അതല്ല ഈ പുട്ടും പൊടി. സാധാരണ നമ്മളെ പുട്ട് ചുട്ടെടുക്കും പോലെ ലെയറായിട്ട് ഫസ്റ്റ് തേങ്ങ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയാണ് ചുട്ടെടുത്താൽ കാണാൻ. നല്ലൊരു കളറൊക്കെ ആയതുകൊണ്ട് ഐഷ് വിചാരിക്കും ഇത് വേറെ എന്തോ സംഭവം, ഐസ്ക്രീമോ പുട്ടിങ്ങറ്റാണ് അങ്ങനെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്യാരറ്റിന്റെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. ഞാനിങ്ങനെ നോക്ക് അത്രയും തോനെ ആക്കി വെച്ചിട്ട് അത്രയല്ലേ കിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ മധുരം കെട്ടയച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? അതിലെന്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു? പിന്നെ അങ്ങനെ തന്നെ നമ്മൾ സാധാ പുട്ടിന്റെ തേങ്ങ ഇട്ട് കൊടുക്കല്, അതുപോലെ തന്നെ അതന്നെ പരിപാടി. പിന്നെ അടുത്ത് അതിടുക, പിന്നെ ഇതിടുക. ഇതന്നെ പരിപാടി. റൊട്ടേറ്റ് ആയിട്ട് കൊടുക്കുക അല്ലേ? ഞാൻ പഠിച്ചു, നിങ്ങളോ? ഞാൻ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ചെയ്യൂലല്ലോ. ഒരു വട്ടം ചെയ്തു കൊടുത്താ പോയി മോനെ. പിന്നെ ഞാൻ തന്നെ ഇതുമായിട്ട് നടക്കേണ്ടി വരും, പുട്ടിന്റെ കുറ്റിയായിട്ട്. ഞാൻ പുട്ടും കുറ്റിയായിട്ട് എടുക്കേണ്ടി വരും. പിന്നെ നമ്മള് തുണ്ടാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. ആണ്ടെടുപ്പാനാ അതിനെ കുറച്ച് മതിയല്ലോ, അധികം ഒന്നും വേണ്ടല്ലോ. മോനെ ഇതൊക്കെ പുട്ട് റെഡി. വൈബ് പുട്ട്. ഇത് ആവശ്യമാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടു ചൂടോടെ കൊള്ളി പോയോ?
ഇനി ഏതായാലും ഗുയ്സ് ഇതൊന്ന് നമ്മൾ കഴിച്ചു നോക്കട്ടോ. ഷെമിയ ബാ, ടേസ്റ്റ് നോക്കുക. പിന്നെ ഗൈസ് ഞാൻ എന്താ ചെയ്യരുതെന്ന് അറിയോ, ഇപ്പോഴാ ചൂടായിട്ട് ചൂടോട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഇതാക്കണ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കണം ഇങ്ങനെ. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ മൊത്തം ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അയ്യവ എന്താ സുഖം, ഒരു ഉന്മേഷമാണ്. കുളിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, ഒരു ഉന്മേഷ. ഇനി ഏതായാലും നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം അല്ലേ? ഓക്കെ. അപ്പം ഞാൻ എന്താക്കുന്ന പുട്ടൊക്കെ ചുട്ടെടുത്തിക്കണ്. ആയുഷുവിന് ചുട്ടിയില്ല, കാരണം ഓള് വന്നിട്ട് ഇവിടെ അല്ലല്ലോ, വന്നിട്ട് ഓക്ക് ചുട്ടിട്ട് ചായയും കൊടുക്കാം. എനിക്ക് വേണം. ക്യാരറ്റും തേങ്ങയൊക്കെ നല്ലല്ലേ, ഒക്കെ നല്ല ഹെൽത്തി. പഴം കൂട്ടിട്ട് പഴം കൂട്ടിട്ട് കുഴച്ച് തിന്നണ മോണ. പിന്നെ ചായ എടുത്തില്ല കേട്ടോ, ഇപ്പോഴല്ലേ ചായ കുറച്ചു നേരമായിട്ടുള്ള കുടിച്ചില്ല. ചായ പൊതുവെ കുടിക്കല്ലേ, ഞാൻ പിന്നെ വീഡിയോ ചൂട് വേണല്ലോ, ഒരു വൈബ് തരാൻ വേണ്ടി എടുത്ത് അതോട് കൊടാക്കുകയും ചെയ്തു, നിങ്ങൾക്ക് അറിയാറ്. അപ്പൊ വേഗം തിന്നിട്ട് ഇതിന്റെ റിസൾട്ട് ഒന്ന് പറയും. ഞാൻ സാധാരണ പാൻ തിന്നല എങ്ങനെ അറിയോ, പുട്ട് തിന്നല് മോടെ എടുത്ത് ഞാൻ കുഴച്ച് തിന്നല. ഇത് വീഡിയോന് മുന്നേ ആകുമ്പോൾ പറ്റില്ലല്ലോ, കുറച്ച് ഡീസന്റ് ആണല്ലേ. ഇല്ല നിങ്ങൾ വിചാരിക്കും ഇവൻ എന്താ അങ്ങനെ വിചാരിക്കൂലേ, എന്തൊരു മനുഷ്യനാണ്, എന്തൊരു മനുഷ്യനാണ് വിചാരിക്കൂലേ. ഞാൻ അവിടെ ഇരുന്നിട്ട് എന്റെ പുട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇങ്ങോട്ട് കിട്ടുന്നില്ല സാധനം. പഴം കൂട്ടി പഴത്തിന്റെ ടേസ്റ്റ് തന്നെ മുന്നിൽ വെക്കുന്നു. ക്യാരറ്റും പഞ്ചസാരയും ഒക്കെ ഇട്ടതും കൊണ്ട് നമ്മൾ പഴമില്ലാണ്ട് ഇത് കഴിക്കാം, സീനൊന്നുമില്ല. പിന്നെ നമ്മൾ പഴം കൂട്ടിങ്ങാണ്ട് ശീലിച്ചല്ലോ, പഴം കൂട്ടിങ്ങാണ്ട് കഴിച്ച് ശീലിച്ച് പോയത് കൊണ്ട് നമുക്ക് പഴം വേണ്ടി വരും. സീനില്ല, പഴം കൂട്ടാണ്ടാണ് ഒന്നൊരു ടേസ്റ്റ് കിട്ടുന്നത്, സാധനത്തിന്റെ ടേസ്റ്റ് കിട്ടുന്നത്. കാരണം നെയ്യും ഇതൊക്കെ ഉണ്ടല്ലോ, അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. പഴം കൂട്ടാണ്ട് തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. പഴം കൂട്ടാൻ കഴിക്കാൻ പറ്റും ചെമ്മി, കുഴപ്പമില്ല. പിന്നെ ഇത് ക്യാരറ്റ് കുറച്ച് തോനട്ടോട് വേണ്ടി, അപ്പൊ നമുക്ക് ഇതിൽ കൂട്ടി കഴിക്കാമല്ലോ. ഈ പുട്ടുപൊടി ക്യാരറ്റിലേക്ക് കൂട്ടി കഴിക്കാമല്ലോ. എനിക്ക് ഏലക്കായ ഇടോണ്ട് ലൈക്കുന്നല്ല പറഞ്ഞേ, പക്ഷെ ഇപ്പൊ ഈ ടേസ്റ്റ് ഉണ്ട്, സാധനം ടേസ്റ്റ് ഉണ്ട്, വിജയിച്ചിക്കണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, അടിപൊളിയാ. ഇനി ഏതായാലും അങ്ങനെ കുളിച്ചിട്ട് അടിപൊളിയാണ്, ഹെൽത്തി ആണ്, സിമ്പിൾ ആണ്. മസിലാണ് കേട്ടോ, ഇതിനകത്തെല്ലാം പോണം. ഹെൽത്തിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യ. ഇനി നമുക്ക് ഏതായാലും കുളിച്ചിട്ട് കാണും അല്ലേ ഷെമിയെ? എന്നാ വേഗം കഴിച്ചോ, ഓട് കുഴങ്ങി നിൽക്കുക, നമ്മൾ ഫുഡൊക്കെ ആക്കി തന്നല്ലേ. വെച്ചോ. അപ്പൊ ഞങ്ങൾ കുളിച്ചൊക്കെ മാറ്റി. ഇനി എന്താ നമ്മുടെ പരിപാടി ഷെമിയെ? അശ്വിന് പോളിയോ കൊടുക്കാൻ പോകാണ്ട്. പോളിയോ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇഞ്ചക്ഷൻ അല്ല കേട്ടോ, തുള്ളിമരുന്നാ, വൈറ്റമിൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ അല്ലല്ലേ. അതിനെ കൊണ്ട് തന്നെ വേദനയൊന്നും ഉണ്ടാവില്ല. ഇഞ്ചക്ഷൻ ആണെങ്കിൽ നടക്കാൻ പോണ കാര്യമല്ല, കാരണം ഇവിടെ ഒന്നാമത് ഭയങ്കര വാശിയും, പിന്നെ എത്ര ആൾക്കാർ പിടിച്ചു വെച്ചിങ്ങനെ ഈ ചെറിയ വള വെക്കലെന്ന് അറിയോ അല്ലേ? അപ്പൊ നമ്മള് ക്ലാസ്സൊക്കെ ആക്കിയേക്കാലോ. പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാണ്ട് നമ്മൾ വരുന്ന വരവില് അതായത് നോക്കുക. അപ്പൊ ഏതായാലും ബീസ് നമ്മളേതായാലും ഐശ്വര്യ ഇതാക്കണ പോളിയോ കൊടുക്കാൻ വേണ്ടി പോവാണ്. പോളിയോ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ മാത്രമല്ല ക്ഷമ, എന്തെന്നുണ്ടാല് പോളിയോ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ അല്ലേ ഇഞ്ചക്ഷനും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും ബീസ്. അപ്പൊ ഏതായാലും പോവാന്നാല് പോവാ. നമ്മൾ ബൈക്ക് മേലാട്ടോ ബീസ് പോണ്. എലക്ഷൻ ടൈം ആയതുകൊണ്ട് ഇപ്പൊ എല്ലായിടത്തും ബോർഡും ഫ്ലക്സൊക്കെ അല്ലേ. പക്ഷെ ഇപ്പൊ റോഡ് സൈഡിൽ വെക്കാൻ പറ്റാതെ ഇങ്ങോട്ട് പറമ്പിലേക്ക് ഇറങ്ങി എൻ്റെ വെക്കണത് എല്ലാവരും ഫ്ലക്സ്. റോഡ് സൈഡിൽ ഫ്ലക്സ് ഒന്നും വെക്കാൻ പറ്റൂല, ഒക്കെ എടുത്ത് എറണാകുളം എലക്ഷൻ ടീംസ്, എലക്ഷൻ ഡ്യൂട്ടിക്കാർ ഒക്കെ എടുത്ത് എറണാകുളം. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ ഹോസ്പിറ്റലിൽ വരുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലെത്തി, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാക്കണ നമ്മള് ഇതാക്കണ വാ വെക്ക് പേടിയാകുക, ഇഞ്ചക്ഷൻ വെക്കാനാണെന്ന് വിചാരിച്ചിട്ടേക്കല്ലോ. ഇല്ലേ ഇതൊന്നും അറിയൂല. അപ്പൊ നമ്മൾ അന്ന് വെച്ച് ഇവിടുന്ന് തന്നെ അല്ലേ? 1.5 വയസ്സില. അന്ന് അത്ര ആയിട്ട് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, എപ്പോഴല്ലേ വലിയ ആളായി ഇവിടെ. ഏതായാലും വാ ബേഗൊക്കെ എടുത്ത് പോണ കണ്ടാൽ വല്ല എന്താ പറയാ LLBക്കും പഠിക്കും പോലെ ഫോണൊക്കെ ബേഗൊക്കെ എടുത്തിക്കണേ പോകാൻ വേണ്ടിട്ട്. യേശു സൂപ്പർ അല്ലേ? സംഭവം ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും നല്ല രസമല്ലേ, ഓരോ അടിപൊളിയാ.
വൈബാ, കുഴപ്പമൊന്നുമില്ല. വൈബ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അന്ത ഇടം നമ്മൾ ബെസ്റ്റ് ആക്കി എടുക്കണം. ഇത് കഴിഞ്ഞിട്ടിരിക്കുവാണ് ജ്യൂസ്. കുടിച്ചോ. ഇനി വേണോ എനിക്ക് പോലെ. ഓക്കെ, അപ്പൊ ഈ നമ്മളിതാക്കണ ഐശുവിൻ്റെതൊക്കെ കഴിഞ്ഞതാ പോവാണ്. ഐശുവിന് ഇനിയും വേണമല്ലോ ജ്യൂസ്. അതാ ഇനിയും വേണം. ഞങ്ങൾ വിചാരിച്ച് കുറെ കരിച്ചിലൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചേ. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും മരുന്നാന്ന് പറയുമ്പോൾ കച്ചറ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിലും ഇപ്പൊ വേദന ആയിട്ട് സൂചിക്ക് ശേഷം ഒരു വേദന ഉണ്ടാവുമല്ലോ അല്ലേ. ഇനി ഏതായാലും സ്കൂളിലാക്കട്ടെ. എന്നിട്ട് നമുക്ക് സാധനം വാങ്ങിയെടുത്തുനിന്ന് കാണണോ? നോക്കട്ടെ കേസ് ഒക്കെ സാഹചര്യം പോലെ ചെയ്യാം. ഏതാ റോഡ് സൈഡിൽ ഇട നോക്കില്ല, നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങുന്നത് കുറച്ച് പച്ചക്കറിയൊക്കെ ഒരു അടിപൊളിയായിരിക്കും അല്ലേ. പക്ഷെ അവിടുന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെ നാടായതുകൊണ്ടുള്ളൊരു സീനുണ്ട്. നാട് വിട്ട് വേറെ ഇടയ്ക്ക് അറിയുമല്ലോ, റോഡ് സൈഡിൽ വേറെ ഇട ഉണ്ടാകുക അവിടെ ഉണ്ട്. അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ നമ്മൾ കണക്കുക. പക്ഷെ എന്നാലും നോക്കട്ടെ ക്വിസ് ചെയ്ത ആവശ്യത്തിന് ക്ലാസ്സിലാക്കട്ടെ. അപ്പൊ നമ്മുടെ സാധനം വാങ്ങാൻ നമ്മുടെ സ്വന്തം സ്ഥലത്തെത്തിയിരിക്കുന്നു. ഞങ്ങൾ റോഡ് സൈഡ് വാങ്ങാൻ വിചാരിച്ചു. പിന്നെ ഇങ്ങക്ക് ഒത്തിരി കേട്ടിക്കട്ടെ ഇങ്ങോട്ട് വന്നാ വാങ്ങിക്കാളോ. എന്തേതൊക്കെ വണ്ടി നമുക്ക് എന്നാ വണ്ടി വാങ്ങിക്കോ. ഞാൻ ക്യാമറ എന്നൊക്കെ പറയും. ഇനി മാന്യമായിട്ട് വാങ്ങിയാൽ മതിട്ടോ. ആയിക്കോട്ടെ, ഏതായാലും വാങ്ങിക്കോ. സാധനങ്ങൾ എടുത്തോ. നല്ല പഴുത്ത തക്കാളി. ഇതിന്റെ സാധാ തക്കാളി അല്ലേ? നല്ലൊരു കളറ്. പഴുത്ത തന്നെ ആക്കണ്ട, കുറച്ച് അല്ലാത്ത അയ്യോ. പിന്നെ തക്കാളി എടുത്ത്. പിന്നെ ഇനി ഒരു മോഡലായിട്ടൊക്കെ എടുക്ക്. വാങ്ങണ്ടേ ആശ്രക്കായി? ഏതാ മധുരമുള്ള മാങ്ങ ഏതാ? ഷെമീനുണ്ടോ? എല്ലാ പേരുണ്ട്. ഷെമീന മാങ്ങക്ക് നല്ല ഏതെങ്കിലും ഒരു മാങ്ങ എടുത്തരി. മധുരമുള്ള, വിലക്കുറവുള്ള മധുരവും വേണോ? അങ്ങനത്തെ ഏതാ തരി. അതേതാ നല്ലേ? ഇതേതാ മാങ്ങ പറഞ്ഞാൽ? ഇത് വലിയ മാങ്ങ. ഇതേതാ പറഞ്ഞേ? ഏതാ ഇതിന്റെ പേര്? വേങ്ങരപ്പള്ളി. ഇതോ? ഇതാ നല്ല മധുരമുള്ള. ഇത് വിലക്കുറവുള്ളത്. മധുരം ഉണ്ടാവും. മധുരം ഉണ്ടാവില്ലേ ആവശ്യത്തിന്? മതിയോ? മതിയോ. ഞാൻ ഇവിടെ കൊണ്ടുപോകുന്ന എന്തിനാ അറിയൊക്കെ? ഇതിന്റെയൊക്കെ വില ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുപോകുന്ന. അതിങ്ങ് വാങ്ങിക്കോ ഇതിങ്ങ് വാങ്ങിക്കോ എന്ന് അറിയുന്നതിന്റെ പകരം വില അറിയുകയും ചെയ്യാലോ. വില ഒന്ന് അറിയാം. ഇതിനൊക്കെ വില ചോദിച്ചു ഞാൻ എൻ്റെ കൂടി എടുത്തോ. നീ അറിയല്ലേ അത് വാങ്ങിയില്ലല്ലോ ഇത് വാങ്ങിയില്ലല്ലോ എന്ന് ഞാൻ പറയണ്ടോ? ഇനി പറയല്ലാണ്ട് പിന്നെ ഇനി അല്ലാണ്ട് വേറെ ആര് പറയാനാ? ഇഞ്ചി തന്നോ? തീറ്റ തന്നെടുത്ത്. അത് നല്ല സാധന. വീണോ അല്ല. ഷെമീന, വാട്ട് നെക്സ്റ്റ്? വീട്ടിലൊക്കെ ഓക്കെ ഗൈസ്. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണാം അല്ലേ? യാ. അപ്പൊ ഈ സമയത്ത് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. അപ്പൊ ഷെമി ഇതാക്കണം വെയിലൊക്കെ ഒന്ന് കൊണ്ടുങ്ങാൻ്റെ ആകെ ഒന്ന് കെടുക്കാന്ന് വിചാരിച്ച കെടുക്കുകയാണ്. അപ്പൊ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ അവിടുന്ന് പറഞ്ഞ കാര്യമില്ലെങ്കിൽ സാധനം വാങ്ങുന്ന സമയത്ത് ഷെമിനോട് നമ്മൾ പറഞ്ഞില്ല ഇതിൻ്റെയൊക്കെ റൈറ്റ് അറിയാൻ വേണ്ടി ഷെമിനും കൂടെ അതൊക്കെ വെറുതെ പറഞ്ഞിട്ടോ ഒരു വൈദ്യുതി പറഞ്ഞതാണ്. അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.